പെട്ടി നിറയെ പിടയ്ക്കണ മീൻ വിറ്റതെല്ലാം വയനാടിന്, ഒപ്പം കൂടി മന്ത്രിയും. വയനാട് ജനതയെ സഹായിക്കാൻ വേറിട്ട സഹായ പദ്ധതിയുമായി ഗ്രന്ഥശാല പ്രവർത്തകർ. സുനാമിയിൽ ദുരന്തം ഏറ്റുവാങ്ങിയ ആലപ്പാട് എന്ന തീരദേശ ഗ്രാമത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളാനംതുരുത്ത് ഫ്രീഡം ലൈബ്രറിയുടെ പ്രവർത്തകരാണ് ഒരു കാലത്ത് തങ്ങൾ ഏറ്റുവാങ്ങിയ ദുരന്തത്തേക്കാൾ മാരകമായ പ്രകൃതിയുടെ ആഘാതത്താൽ പിടയുന്ന ജനതയ്ക്കായി മീൻ ചലഞ്ചുമായി രംഗത്ത് വന്നത്. ഗ്രന്ഥശാലയിലെ അംഗങ്ങളും പ്രവർത്തകരും അടങ്ങുന്ന മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളിൽ നിന്നും ശനിയാഴ്ച ലഭിച്ച മീനാണ് വിൽപ്പനയ്ക്കായി കരുനാപ്പള്ളി ടൗണിൽ എത്തിച്ചത്. നല്ല പച്ച മീൻ ചെറിയ വിലയ്ക്ക് വന്നവർക്കെല്ലാം നൽകി. അയലയും ചൂടയും ചെങ്കലവയും എല്ലാം ഇഷ്ടം പോലെ വന്നവർക്ക് ലഭിച്ചു. തുക മുഴുവൻ വയനാട്ടിലെ ദുരിതബാധിതർക്കായി നൽകി. വനിതാവേദി പ്രവർത്തകർ ഉൾപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരുടെ സംഘം ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ കരുനാപ്പള്ളി ടൗണിൽ മീൻ പെട്ടികളുമായി എത്തിയതോടെ ആളുകളും തടിച്ചുകൂടി. കണ്ടവർക്കെല്ലാം കൗതുകം. ചെറിയ വിലയ്ക്ക് ഇഷ്ടം പോലെ നല്ല മീൻ കിട്ടിയോടെ ആളുകളുടെ തിരക്കും വർദ്ധിച്ചു. ഗ്രന്ഥശാല പ്രവർത്തകരുടെ സഹായ പദ്ധതിക്ക് അഭിവാദ്യമേകാൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലും എത്തിയതോടെ പ്രവർത്തകരും ആവേശത്തിലായി. ദുരന്തം വിതച്ച വയനാടിനെ സംരക്ഷിക്കുവാൻ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് മനുഷ്യസ്നേഹികൾ ഏറ്റെടുക്കുന്നത്. ഒരു ചരിത്ര നിയോഗം പോലെ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലും അംഗ ഗ്രന്ഥശാലകളും ദുരന്തം വിതച്ച വയനാടിൽ ഒരു വീടും ഒരു ഗ്രന്ഥശാലയും 10,000 പുസ്തകങ്ങളും ആണ് കൈവിടില്ല കരുനാഗപ്പള്ളി എന്ന ക്യാമ്പയിൻ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ നാട് വലിയ പിന്തുണയാണ് ഈ പ്രവർത്തനത്തിന് നൽകുന്നത്. വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ കൈവിടില്ല കരുനാഗപ്പള്ളി ക്യാമ്പയിൻ പുരോഗമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ ചലഞ്ചുകളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായതാണ് ഇപ്പോൾ നടക്കുന്ന മീൻ ചലഞ്ച്. ആലപ്പാട്ടെ മനുഷ്യസ്നേഹികളായ കടലിൽ പോകുന്ന സുഹൃത്തുക്കൾ 1 രൂപ പോലും പ്രതിഫലം പറ്റാതെ ഫ്രീഡം ഗ്രന്ഥശാലയ്ക്ക് ആവശ്യത്തിലധികം മത്സ്യം നൽകുകയും അത് ജനങ്ങൾക്ക് ആദായ വിലയ്ക്ക് നൽകുകയും കിട്ടുന്ന തുക മുഴുവൻ കൈവിടില്ല കരുനാഗപ്പള്ളി എന്ന ക്യാമ്പയിനു വേണ്ടി ഫ്രീഡം ഗ്രന്ഥശാല മാറ്റിവെക്കുകയും ചെയ്യും. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മനുഷ്യസ്നേഹപരമായ പ്രവർത്തനം നടത്തിയ ഫ്രീഡം ഗ്രന്ഥശാലയെ അഭിനന്ദിക്കുവാൻ ഈ അവസരം കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന് വേണ്ടിയും കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടിയും ഉപയോഗിക്കുകയാണ്. നന്ദി, നമസ്കാരം. MLA-മാരായ CR മഹേഷ്, കോവൂർ കുഞ്ഞുമോൻ, നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു, ജില്ലാ പഞ്ചായത്ത് അംഗം വസന്ത രമേശ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനായ M ശോഭന, റെജി ഫോട്ടോ പാർക്ക്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷേർലി ശ്രീകുമാർ, മുൻ കാപ്പെക്സ് ചെയർമാൻ PR വസന്തൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ, ഗ്രന്ഥശാല പ്രസിഡന്റ് ബ്രിജിത്ത്, സെക്രട്ടറി D ഹരിലാൽ, മണിലാൽ, ഗോകുൽ, അഖിൽ ബിനോ, രതീഷ്, അഖിൽ, സജിത തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു മത്സ്യവ്യാപാരം. സന്ധ്യയോടെ വിൽപ്പന അവസാനിപ്പിച്ചപ്പോൾ സമാഹരിച്ച 500,000 രൂപ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾക്ക് കൈമാറി.